ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ ഗുരുവായൂർ അമ്പലനടയിൽ OTT വന്ന് എന്താ സംഭവിക്കാന്ന് ഒരു പിടിയില്ല എന്ന് പറഞ്ഞിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഏറെ കയറും തന്നെ ആയിരുന്നു. ബട്ട് ഏറെ കയറിയില്ല. ഇൻട്രസ്റ്റിംഗ്ലി ഏറെ കയറിയില്ല. അത് പോരാതെ അതിൽ ചില ഷോർട്ടൊക്കെ ഇപ്പം വൈറലായിട്ട് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗുരുവായൂർ അമ്പലനടയിൽ നിന്നൊരു ഓവർവ്യൂ നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. തിയേറ്ററിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് നല്ല വൈബിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു. നല്ല രസമായിട്ട് ആ തിയേറ്ററിൽ നിന്ന് കണ്ട്. പക്ഷെ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്ന സമയത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാര്യം കഥയിലൊന്നും ഇല്ല. ബേസിക്കലി ഒരു പ്ലോട്ട് ഇത്രേ ഉള്ളൂ. രണ്ട് അളിയന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ഇഷ്യൂ. ഒരു വണ്ണിൽ നിന്ന് തുടങ്ങിയിട്ട് വേറൊരു വണ്ണിലൂടെ അത് അവസാനിക്കും. അതിനിടയിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷേ ഇതിൽ നടക്കുന്ന സംഭവങ്ങൾ അത്രയും കഥയിലൂടെ അധികം ഇൻറ്റൻസ് ആയിട്ട് പറയാൻ നിന്നിട്ടില്ല. അത് ഡയറക്ടർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹ്യൂമർ വർക്കാവുന്നതിനിടയിൽ ഇമോഷണലി കൂടുതൽ ഇതായി കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോകുന്നുള്ളത്. അതുകൊണ്ട് ഹ്യൂമർ വർക്കാവാൻ അവിടെ ഇവിടെയും കുറച്ച് ഒതുക്കിയിട്ടാണ് പടം പോകുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കിത് മോർ ദൻ ഒരു ഫിലിം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സ്കിറ്റ് പോലെയാണ് വർക്കായിട്ടുണ്ടാവുക. സിനിമ പോലെ നമുക്ക് തോന്നിയില്ല എന്നുള്ളതല്ല, പക്ഷെ ഇത് വർക്കായതൊരു സ്കിറ്റ് ബേസില്ല. ലൈക്ക് സ്കിറ്റായിട്ട് നോക്കുമ്പോൾ എങ്ങനെ ഒരു കഥയുടെയോ കഥാപാത്രത്തിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസോ ബാക്ക് സ്റ്റോറിയോ ഒന്നും ഇല്ല. നമുക്ക് ആ പടം അറിയുന്നത് ആ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുക, ആ സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ അങ്ങോട്ട് സ്കിറ്റിൽ പൊതുവെ കാണാം. ഈ പടത്തിൽ എങ്ങനെ തന്നെ ക്യാരക്ടേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുത്താൽ ആ സിറ്റുവേഷൻ ഈ ക്യാരക്ടേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഇങ്ങനെ ആ ഒരു ഒഴുക്കിലങ്ങ് പോകുന്ന പോലെ ആയിരിക്കും പടത്തിൽ മൊത്തം കാണിച്ചിട്ടുണ്ടാവുക. ബേസിക്കലി ഈ പടത്തിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് തന്നെ ഹ്യൂമറാണ്. അതായത് പല ടൈപ്പ് ഹ്യൂമർ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്ലാപ്സ്റ്റിക് ഹ്യൂമർ, വേർഡ് പ്ലേ, സിറ്റുവേഷണൽ കോമഡി, അല്ലെങ്കിൽ എഡിറ്റിംഗ് പാറ്റേണിൽ അടക്കം ആ ഒരു ഹ്യൂമറിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. സോ കണ്ടന്റ് മെയിനായിട്ട് ഹ്യൂമറാണ്. സോ സ്കിറ്റ് എന്നുള്ള രീതിയിൽ തന്നെ നോക്കുമ്പോൾ കഥ ഒരു ബാക്ക് ഡ്രോപ്പ് ആണ്. ഇതിന്റെ കണ്ടന്റ് മെയിൻ എന്ന് പറയുന്നത് ഹ്യൂമറാണ്. ഹ്യൂമറിനെ എങ്ങനെ പ്രോപ്പറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ പടത്തിന്റെ മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പടം കുറെ ആൾക്കാർക്ക് വർക്ക് ആവണമെന്നില്ല. കാര്യം ഈ പടം മൊത്തം നിൽക്കുന്നത് അതിന്റെ ഹ്യൂമറിലാണ്. അപ്പൊ ആ ഹ്യൂമർ വർക്കായാൽ മാത്രമേ ആ പടവും വർക്കാവത്തുള്ളൂ. സോ കഥാപരമായിട്ട് ഭയങ്കര ഇന്റൻസിറ്റിയോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇൻവോൾവ് ആയിട്ടോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹ്യൂമർ നിങ്ങൾക്ക് കണക്ട് ആയാൽ ഈ പടം വർക്കാവും, ഇല്ലെങ്കിൽ അത് വർക്കാകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു മിക്സ്ഡ് ഒപ്പീനിയൻ നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. പടത്തിന്റെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഇൻഫോർമേഷനൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ഇപ്പം ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ട് പറയുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. എനിക്കറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അഴകിയ ലൈല സോങ് നിഖില വിമലിന്റെ ഇൻട്രോയിൽ കൂടെ തന്നെ കാണിക്കുന്ന സമയത്ത് ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് അത് വന്നിട്ടുണ്ടാവും. ആ ക്യാരക്ടറിനെ തന്നെ അഴകിയ ലൈല എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ കഥയിൽ പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെയായിരുന്നു അഴകിയ ലൈല വന്നിരുന്നെങ്കിൽ അത് കുഴപ്പമില്ല, ജസ്റ്റ് ഒരു സ്കോർ എന്നുള്ള രീതിയിൽ കാണാം. പക്ഷേ അഴകിയ ലൈല എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ അഴകിയ ലൈല പാട്ട് വരുന്നതിന്, ആ പേര് വരുന്നതിന് ഒരു കാരണം ഉണ്ടാവില്ല. ആ കാരണം പടത്തിലേടും കണ്ടിട്ടില്ല. അതെന്താന്ന് എനിക്കറിയില്ല. നിഖിലയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നുണ്ടാവും. സോ പുള്ളിക്കാരിക്ക് വേറെ മൂഡോ അല്ലെങ്കിൽ വേറൊരു ഇമോഷനൊന്നും വേറെ കാണിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ആ ക്യാരക്ടറിനെ ഇനിയും നല്ല രീതിയിൽ കൊണ്ടുവരായിരുന്നു. ലൈക്ക് ഇപ്പം അനശ്വരയുടെ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരുപാട് ഡീറ്റെയിലിങ്ങുകളാവായിരുന്നു. ആ ക്യാരക്ടർക്ക് അത്രയും നല്ല രീതിയിൽ ആൾക്കാർ പെർഫോം ചെയ്ത് വെക്കുമ്പോഴും, ഇപ്പം അനശ്വരയുടെ ക്യാരക്ടർ ആയാലും ശരി, നിഖിലയുടെ ക്യാരക്ടർ ആയാലും ശരി, അത്രയും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ ക്യാരക്ടറിനെ നമുക്കധികം ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നുന്നില്ല. കുറച്ച് മാത്രമേ കാണിച്ച പോലെ തോന്നുന്നുണ്ടായിരുന്നു. അനശ്വരക്ക് തുടക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറിയിട്ട് ബേസിൽ കോൾ ചെയ്യുന്നുണ്ട്. അത് പടത്തിന്റെ പ്ലോട്ടിൽ അങ്ങോട്ടൊന്നും പിന്നെ വരുന്നുമില്ല. അപ്പൊ പിന്നെ എന്താണ് ആ കോൾ കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കനക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. വേലക്കാരിയായിട്ടുള്ള രമണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരി അത്രയും നല്ലൊരു പെർഫോമൻസിന് സ്കോപ്പ് ഉണ്ടായിട്ട് ആ ക്യാരക്ടർ എന്തുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യാത്തതെന്ന് തോന്നിപ്പോയി. ലൈക്ക് പഴയ സിനിമകളിലൊക്കെ ആണെങ്കിൽ കുളപ്പുള്ളി ലീല ചെയ്യേണ്ട ക്യാരക്ടറാണ്. അത് ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ അടിഞ്ഞാട്ടായിരിക്കും കുളപ്പുള്ളി ലീലയുടെ. ആ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത് തുടങ്ങിയത് കാണുമ്പോഴേ നമുക്കൊരു രസമുണ്ട്. അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ പടത്തിൽ കുറെ സ്കോപ്പ് ഉണ്ടായിരുന്നിട്ട് ആ ക്യാരക്ടറിനെ അധികം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇതൊക്കെ പോട്ടെ, ശരവണനും ആദ്യ രാത്രി പാലും കൊണ്ട് എന്നാ ചെയ്തത് അതെങ്കിലും ആർക്കെങ്കിലും അറിയോ? പ്ലീസ് അറിയെങ്കിൽ കമന്റ് ചെയ്യും. ബട്ട് അത് അല്ലാണ്ട് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്കിറ്റ് ബേസിസിൽ നോക്കുമ്പോഴും ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ളൊരു സിനിമ തന്നെയായിരുന്നു. കുറേ നല്ല സീൻസ് ഈ പടത്തിലുണ്ട്. ഇപ്പം ക്യാരക്ടർ വൈസ് നോക്കുന്ന സമയത്ത് ബേസിലിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ടൈലർ മെയ്ഡാണ്. അത് ബേസിലിന് വേണ്ടിയിട്ട് തന്നെ സെറ്റ് ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്.
അത് കഴിഞ്ഞ് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ ചില കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിപ്പം ദിലീപോ അല്ലെങ്കിൽ നിവിൻ പോളിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഹ്യൂമർ കുറെ കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്തേനെ. പക്ഷെ ക്ലൈമാക്സിൽ ഒരു വരവുണ്ട്. നിഖിലയുടെ കയ്യും പിടിച്ചിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ ആൾക്കാരുടെ ഇടയിൽ കൂടെ വിത്ത് കൃഷ്ണ BGM ഒരു നടത്തുണ്ടല്ലോ, അത് പൃഥ്വിരാജ് ഓൺ ചെയ്തത്. ആ സീൻ പൃഥ്വിരാജിന്റെ ആണ്, അത് മൂപ്പരുടെ തന്നെയാണ്. ക്ലൈമാക്സിലെ ഫൈറ്റ് അടക്കം പക്കയായിരുന്നു, അത് മൂപ്പർക്ക് പറ്റിയൊരു സീനായിട്ടാണ് തോന്നിയിരുന്നത്. സോ ആ ക്യാരക്ടർ പൃഥ്വിരാജിന്റെ തന്നെ ബെസ്റ്റ് ആയിരുന്നു. Hey, I've seen this one. This is a classic. Rest in peace. അത് കഴിഞ്ഞിട്ട് അനശ്വരയുടെ ക്യാരക്ടർ എടുത്ത് നോക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുറേ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പം ബേസിലായിട്ട് വിളിക്കുന്ന ആ ഒരു സീൻ, ഫസ്റ്റ് തന്നെ വരുന്ന സീൻ, പിന്നെ മേക്കപ്പ് ട്രയൽ വരുന്ന സീൻ, ഫേഷ്യലൊക്കെ ചെയ്ത് പൃഥ്വിരാജായിട്ട് സംസാരിക്കുന്ന ആ ഒരു സീൻ, അങ്ങനെ കുറേ സീനിലൊക്കെ പുള്ളിക്കാരി വരുന്ന ആ ഒരു സീനൊക്കെ ഭയങ്കര രസമായിരിക്കും. എസ്പെഷ്യലി കല്യാണം സോങ് അത് ഗംഭീരമായിരുന്നു. പുള്ളിക്കാരിയുടെ ആ ഒരു സ്ക്രീൻ പ്രസൻസേ കിടിലായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയാനുള്ളത് ജോമോൻ ജോദറിന്റെ ക്യാരക്ടർ അടിപൊളിയാണ്. ആ ക്യാരക്ടർ അതാ നേരത്തെ പറഞ്ഞ സ്കിറ്റിന്റെ ഒരു സാധനം, കാരണം പെർഫോമൻസസ് ആണ് പടത്തിനെ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ നല്ല മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ്. മൂപ്പര് വരുന്ന സീൻസ്, മൂപ്പരുടെ ഹ്യൂമർ, അതൊക്കെ നല്ലപോലെ വർക്കായിട്ടുണ്ട്. ഭയങ്കര അത് റീലിനൊക്കെ പറ്റിയൊരു സാധനം, അതാ കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അത് പക്കാ സാധനമാണ്. ചുമ്മാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ടൈപ്പ് പടമായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അത് മൂപ്പരുടെ സീൻ വഹിച്ച പങ്ക് ചില്ലറയല്ല. പിന്നെ പാട്ടുകളൊക്കെ വളരെ നൈസായിരുന്നു. ഞാൻ ഈ പടത്തിന്റെ തന്നെ കല്യാണം സോങ് കണ്ടിട്ട് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത് എങ്ങനെ ഇരിക്കുന്നുള്ളൊരു ആ ഒരു സാധനം കൂടി എനിക്ക് ഈ പടത്തിൽ കാണാനായിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ ഞെട്ടിച്ചത് കവറടക്കം സോങ് ആയിരുന്നു. അത് തിയേറ്റർ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റേ ബിഗ്. അതിന്റെ BGM ഒക്കെ തിയേറ്ററിൽ ഭയങ്കര രസമായിരുന്നു. അതെനിക്കൊരു സർപ്രൈസ് ആയിരുന്നു പടം തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. പിന്നെ ബാക്കിയുള്ള സോങ്സ്, കൃഷ്ണ സോങ് ആയാലും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സ് എടുത്ത് നോക്കി എല്ലാം വളരെ പക്കയായിട്ട് തന്നെ ഫീൽ ചെയ്തു. അത് ഞാനിപ്പോൾ 2 തവണ പടം കണ്ടു. 2 തവണയും കാണുമ്പോൾ കൂടുതൽ ഇഷ്ടം തോന്നുന്നതായിട്ടാണ് തോന്നിയത്. അപ്പം നൈസായിരുന്നു, പാട്ടുകളും എല്ലാം ഇതിലായിരുന്നു. സോ ഡയറക്ടർ അടക്കം പറഞ്ഞിട്ടുള്ള മല്ലു ആനിസ്റ്റർ അടക്കം മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുമ്മാ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടമാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. പടവും വളരെ ചെറിയൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു ടൈപ്പ് ഉള്ള സിമ്പിളായിട്ടുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ സിനിമ കുറച്ചും കൂടി എളുപ്പം വർക്കാവും. അല്ലാത്തവർക്ക് അതങ്ങനെ എളുപ്പം വർക്കാവണമെന്നില്ല. കുറേ പേർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. എങ്കിലും എനിക്ക് പേഴ്സണലി ഒരു നൈസ് പടമായിട്ട് തോന്നിയൊരു സിനിമയാണ്. സോ നിങ്ങളിത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വർക്കായില്ല എന്നുള്ളത് അവിടെ കമൻറ്റ് ചെയ്യുക. സോ ബൈ.